പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിന്റെ 3-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കും. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രമിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 30-ാം സങ്കീർത്തനക്കാരൻ പാടും, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ദുഃഖം ലോകസഹജമാണ്. ഈ പ്രഭാതവും ലോകമെമ്പാടുമായിട്ടുള്ള ക്രൈസ്തവ ജനത ദുഃഖ വെള്ളിയാഴ്ചയായി ആചരിക്കുമ്പോൾ അരിമനാഥനായ കർത്താവിനെ ക്രൂശിച്ച ദിനം ഇന്ന് ദുഃഖത്തോടുകൂടെ ലോകമെമ്പാടും ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രഭാതത്തിൽ ഇല്ലാത്ത ദുഃഖമുണ്ടെന്ന് അഭിനയിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഭക്തി നടിക്കുന്നവരെ ദൈവം കഠിനമായി ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്ന് നാം മറന്നു പോകരുത്. തീവ്രമായ ദുഃഖം വരുമ്പോൾ ഓരോരുത്തരും പല നിലകളിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. ചിലർ പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ തൂകിയും കൊണ്ട് നടക്കുമ്പോൾ മറ്റു ചിലർ സങ്കടം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്നു. ഇതുകൊണ്ടൊന്നും ആരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. യഹൂദന്മാർ തീവ്രമായ ദുഃഖത്തിൻ്റെ അടയാളമായി അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം സ്വയം വലിച്ചു കീറി ചാക്കുശീല അല്ലെങ്കിൽ രട്ടെടുത്തുകൊണ്ട് ചാരം വാരി തലയിൽ ഇട്ടുകൊണ്ട് ചാരത്തിൽ കിടന്ന് ഉരുളുകയും ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. രാജാക്കന്മാർ മുതൽ സാമാന്യ ജനങ്ങൾ വരെയുള്ളവർ അങ്ങനെ ചെയ്യുമായിരുന്നു. വ്യക്തിപരമായ വിഷയങ്ങൾ കൂടാതെ വിവിധ വിഷയങ്ങൾക്കായി യഹൂദജനം ഉപവസിക്കുമ്പോഴും അവർ അങ്ങനെ ചെയ്യുമായിരുന്നു. വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് അവർ തനിച്ചോ സമൂഹമായോ ഒരു രാജ്യം ഒട്ടാകെയോ അങ്ങനെ ഉപവസിച്ച ചരിത്രമുണ്ട്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞു അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ആ വാക്കിന്നും ഒരു ശാപം പോലെ ഈ ഭൂമിയിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. തലമുറകളെ ചൊല്ലി കരയാത്ത ഒരു മാതാപിതാക്കളും ഇന്ന് ഭൂമിയിലില്ല. എന്നാൽ അവർ ഇങ്ങനെ ഹൃദയപൂർവ്വം ഉപവസിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കുകയും തുടർന്ന് അവരുടെ ദുഃഖം നീങ്ങി സന്തോഷിക്കുവാനുള്ള വക ദൈവം നൽകുകയും ചെയ്യുമായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖത്തിനുള്ള വിവിധ കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ദുഃഖം അനുഭവിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകാറില്ല. ഇന്നുവരെയും അങ്ങനെയുള്ളവർ ജനിച്ചിട്ടുമില്ല, മരിച്ചിട്ടുമില്ല. എന്നാൽ ഒരു ദൈവഭക്തൻ നേരിടുന്ന ദുഃഖത്തിൽ ദൈവം മൗനമായിരിക്കുകയില്ല. അവിടെ രോഗത്തിൽ നിന്നും കടഭാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ദൈവം. ഒരു ഭക്തൻ എന്നും രട്ടെടുത്തുകൊണ്ടിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതിനാൽ നമ്മുടെ ദുഃഖവും ദുരിതവും പൂർണ്ണമായും മാറി പ്രശ്നങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ആനന്ദവും നൃത്തവും ആയിരിക്കുമെന്ന് അതിനർത്ഥമില്ല. നാം നമ്മുടെ പ്രത്യാശ നാട്ടിലെത്തുമ്പോഴാണ് നമ്മുടെ ദുഃഖം പൂർണ്ണമായി മാറുന്നത്. നമ്മുടെ രട്ട് പൂർണ്ണമായി നീങ്ങുന്നത് ഇമ്പങ്ങളുടെ പറുദീസയിൽ നാം എത്തുമ്പോൾ മാത്രമാണ്. ദൈവം തൻ്റെ ഭക്തന്മാരുടെ വിലാപത്തെ നൃത്തമാക്കുകയും അവരുടെ രട്ടഴിച്ച് അവരെ സന്തോഷം ഉടിപ്പിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊർദെഖായി എന്ന ഭക്തൻ മറ്റു യഹൂദ ജനത്തെയും ഒന്നടങ്കം കൊല്ലുവാനുള്ള കുതന്ത്രങ്ങളുമായി ഹാമാൻ എന്ന ദുഷ്ടൻ ഇറങ്ങിത്തിരിച്ചു. കായിക ബലം കൊണ്ടോ അധികാരം കൊണ്ടോ ഈ പ്രതിസന്ധികൾ മറികടക്കുവാൻ ശേഷിയില്ലാത്ത യഹൂദജനം രട്ടെടുത്ത് ദൈവത്തോട് നിലവിളിച്ചു. നിലവിളി ഉയർന്നപ്പോൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. കാര്യങ്ങൾ ക്ഷണത്തിൽ മാറി മറിഞ്ഞു. മൊർദെഖായിയെ കഴുകുമരത്തിൽ കയറ്റുവാനുള്ള കൽപ്പനയ്ക്ക് വേണ്ടി രാജാവിൻ്റെ അടുക്കൽ എത്തിയവൻ മൊർദെഖായിയെ കുതിരപ്പുറത്തു കയറ്റി എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ
മാറി മാറി. രാജാവിൻ്റെ കൽപ്പന പ്രകാരം കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഹാമാന് മറ്റു നിവർത്തി ഒന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഹാമാനും അവൻ്റെ വംശവും മുഴുവനും കൊല്ലപ്പെടുകയും യഹൂദന്മാർക്ക് ആനന്ദവും അവൻ സന്തോഷം ഉണ്ടാവുകയും ചെയ്തു. ദൈവം രട്ട് മാത്രം അഴിച്ചു മാറ്റുന്ന ഒരു പ്രവണതയല്ല, സന്തോഷം ഉടിപ്പിക്കുകയും ചെയ്യും. ആമേൻ. തനിക്ക് മക്കൾ ജനിക്കാത്തത് നിമിത്തം ഹന്നയുടെ പ്രതിയോഗിയായ എലീന അവളെ നിരന്തരം നിന്ദിച്ചുകൊണ്ടിരുന്നു. മറ്റു പലരും ചെയ്യുന്നത് പോലെ അവൾ ദൈവത്തെ കുറ്റം പറയുകയോ നിരാശയോടെ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യാതെ യഹോവയുടെ ആലയത്തിൽ പോയി കരഞ്ഞു അപേക്ഷിച്ചു. അവൾ വളരെ മനോവ്യസനത്തോടുകൂടെ ദൈവത്തോട് അവളുടെ സങ്കടങ്ങളെ പകരുവാനിടയായി. ദൈവം അവളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി. കടഭാര നിമിത്തം വളരെ ദുഃഖം അനുഭവിച്ചവളാണ് എലീശാ പ്രവാചകന്റെ ശിഷ്യന്റെ വിധവ. കടക്കാർ വന്ന് തൻ്റെ മക്കളെ അടിമയാക്കുന്നതിൽ നിന്നും തന്നെ രക്ഷിക്കേണ്ടതിനാണ് ഈ വിധവ പ്രവാചകന്റെ അടുക്കൽ അഭയം പ്രാപിച്ചത്. എന്നാൽ ദൈവം അവളുടെ ദുഃഖം മാറ്റുക മാത്രമായിരുന്നില്ല ചെയ്തത്. വരും കാലം ആമേൻ ഹല്ലേലൂയ കഷ്ടതയില്ലാതെ ജീവിക്കുവാനുള്ള വകയും കൂടെ കൊടുത്തുകൊണ്ട് അവളുടെ ദുഃഖത്തിൻ്റെ ആമേൻ സ്തോത്രം കണ്ണുനീർ ആനന്ദമാക്കി മാറ്റുവാനിടയായി. പ്രിയ ദൈവവൈതലേ, ഈ പ്രഭാതം വളരെ ദുഃഖത്തോടുകൂടെ ആയിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ആനന്ദമാക്കി തീർക്കുവാൻ ഇടയാകും. വിശ്വസിക്കാമോ? ഈ പ്രഭാതം ദൈവം രട്ടും വെണ്ണീറും മാറ്റി സന്തോഷം ഉടിപ്പിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു ജീവിതത്തിൽ ക്രമീകരണമില്ലാതെ ജീവിച്ചാൽ കരച്ചിൽ നിലവിളിയിലേക്കും രട്ട് കറുപ്പിലേക്കും ചെന്ന് അവസാനിക്കുമെന്ന് കൂടെ നാം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. നാം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ദൈവം സ്തോത്രം പറയുന്ന എല്ലാ കൽപ്പനകളും നാം അനുസരിക്കണം. കൽപ്പനകളെ അനുസരിപ്പാൻ തയ്യാറാണോ? പ്രിയ ദൈവവേദനേ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന മാത്രം പോരാ, ദൈവകൽപ്പനകളെ കൂടെ നാം അനുസരിക്കണം. രട്ടും നിലവിളിയുമായി ഉപവസിക്കുന്ന അനേക ദൈവഭക്തന്മാരോട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത്, ദുഃഖത്തിലായിരിക്കുന്ന നിന്റെ സ്നേഹിതന് വേണ്ടി നീ കരുതാതെ ഉപവസിച്ചിട്ട് എന്ത് പ്രതിഫലം? ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ദൈവസഭയോട്, ദൈവദാസന്മാരോട്, ദൈവദാസിമാരോട്, വാത്സല്യ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയുവാനുണ്ട്. നീ അറിയുന്ന, നിന്നെ അറിയുന്ന സ്തോത്രം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ ദുഃഖത്തിലും ഭാരങ്ങളിലും കടഭാരങ്ങളിലും വേദനകളിലും ഹോസ്പിറ്റലുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന, ട്രീറ്റ്മെൻറ്റിന് സാമ്പത്തികമില്ലാതെ, വാടക കൊടുക്കുവാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ നിനക്കൊന്ന് ആശ്വസിപ്പിക്കുവാൻ കഴിഞ്ഞാൽ, ഒന്ന് സഹായിപ്പാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ, നിന്റെ സ്തോത്രം കണ്ണുനീര് സ്തോത്രം ആനന്ദ നൃത്തമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ആകയാൽ ദൈവസന്നിധിയിൽ നാം മടങ്ങി വന്ന വിശുദ്ധിയിലും വേർപാടിലും ദൈവഭയത്തിലും ജീവിക്കുവാൻ നമ്മെ പൂർണ്ണമായി മാനസാന്തരത്തോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ ദുഃഖം വിലാപങ്ങളും എല്ലാം മാറി ആനന്ദമായി തീരുവാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലേക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവേ, ഈ ദുഃഖത്തിൻ്റെ ദിനം ഹല്ലേലൂയ കർത്താവേ, ലോകമെമ്പാടും കർത്താവേ സ്തോത്രം ദുഃഖത്തോടുകൂടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ദുഃഖം മാറ്റി രട്ടുമാറ്റി സന്തോഷവും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. തലമുറകളെ ഓർത്ത് കരയുന്ന അനേക മാതാപിതാക്കൾ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ, കടഭാരങ്ങളിലായിരിക്കുന്ന അനേക ദൈവദാസന്മാർ, ദൈവദാസിമാർ, കർത്താവെ ഇവരെയൊക്കെ ഈ കർത്താവ് 4-ാം മാസത്തിൽ ദൈവം അത്ഭുതകരമായി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ ഏകാന്തതയുടെ അനുഭവങ്ങൾ, മാനസികമായ നിരാശ, ശാരീരികമായ ക്ലേശം, കർത്താവ് വാർദ്ധക്യ ബലഹീനത, നിരവധി കഷ്ടതയുടെ നടുവിൽ കൂടെ ദുഃഖങ്ങളോടുകൂടി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതം കർത്താവേ ആനന്ദവും സന്തോഷവും
സമാധാനവും ദൈവം നൽകി ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും, മകത്വം പങ്കെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.